ട്വിൻ പ്രഗ്നൻസി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇരട്ട കുട്ടികൾ, അങ്ങനെ ഇരട്ട ഗർഭം, അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 തരം ട്വിൻസ് ഉണ്ട്, ഐഡന്റിക്കലും നോൺ ഐഡന്റിക്കലും. അപ്പൊ ഈ ഐഡന്റിക്കൽ ട്വിൻസിനാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുക. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നല്ലത് 2 ബേബീസും 2 അറയിലും 2 മറുകും, അങ്ങനെയുള്ളവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ കുറവായിരിക്കും. പിന്നെ സാധാരണ ട്വിൻ പ്രഗ്നൻസിയിൽ ഒരു സിംഗിൾ ടൺ പ്രഗ്നൻസിനേക്കാളും എപ്പോഴും റിസ്ക് കൂടുതലായിരിക്കും. എല്ലാ റിസ്ക്കും കുറച്ച് ഡബിൾ ചെയ്യും. എല്ലാ റിസ്ക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രസവിക്കാനുള്ളത്, വളർച്ചക്കുറവ് വരാനുള്ളത്, ബുദ്ധിമുട്ടുകൾ എല്ലാം, പ്രഷർ വരാനുള്ളത്, ഡയബറ്റീസ് വരാനുള്ളത്, ഈ റിസ്കുകളൊക്കെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും 2 കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ. ഇപ്പൊ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ 2 പേർക്കും ഒരു മറുകാവുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ മാസവും സ്കാനിങ്ങിലൂടെ തന്നെ വേണം പരിശോധന നടത്താൻ, അറ്റ്ലീസ്റ്റ് ഒരു 8 മാസം വരെയെങ്കിലും. അപ്പൊ അതിൽ തന്നെ ഒരു കുട്ടിക്ക് അംഗവൈകല്യം വരാൻ കൂടുതൽ സാധ്യതയാണ്, ഒരു കുട്ടിക്ക് വളർച്ചക്കുറവ് വരാൻ, ഒരു കുട്ടി ഭയങ്കര വളർച്ച കൂടുതലും വെള്ളം കൂടുതൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്, പ്രീടേം ഡെലിവറി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അവര് തീർച്ചയായിട്ടും എല്ലാ മാസവും സ്കാനിങ് എടുത്ത് വേണം മുന്നോട്ട് പോകാൻ.